ശബരിമല വിഷയത്തിൽ വമ്പൻ ലിസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം തന്ത്രിയെ പ്രതിയാക്കില്ല എന്നൊക്കെയുള്ള ചില വാർത്തകൾ ചില പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു, നമ്മളൊക്കെ കണ്ടതാണ്. പക്ഷേ തന്ത്രിയിൽ നിന്ന് ചില നിർണായകമായ വിവരങ്ങൾ SITക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പത്മകുമാറും വാസു അടക്കം ജയിലിലാണ്. നമുക്കറിയാം, ഈ പത്മകുമാറും വാസുവും ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് CPM നേതാക്കൾ അടക്കം അടൂരിലെ വീട്ടിൽ ചർച്ചകൾ നടത്തി. അപ്പോ പത്മകുമാറിന് കൃത്യമായ നിർദ്ദേശം നൽകിയാണ് വിട്ടത്. മാത്രമല്ല, പത്മകുമാറിന്റെ വീട്ടിൽ ഒരു നിലവറയുണ്ട്. ഈ നിലവറയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ SIT അന്വേഷിക്കുന്നുണ്ട്. അതൊരു ചെറിയ നിലവറയൊന്നുമല്ല. ആ നിലവറ പരിശോധിച്ചാൽ ഒരുപക്ഷെ ശബരിമലയിൽ ഉള്ള പല കാര്യങ്ങളും ആ നിലവറയിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അപ്പോ പത്മകുമാർ ഇനി പുറത്തു വരില്ല എന്നുള്ളത് CPMന് നന്നായി അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് CPM പറയുന്നത്, ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്. ഇനി പത്മകുമാർ അകത്ത് കിടന്ന് എന്തെങ്കിലും പറഞ്ഞാലും അത് വൈരാഗ്യപൂർവ്വം പറഞ്ഞതാണ്, പാർട്ടിയെ തകർക്കാൻ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ CPMന് തടി തപ്പാം. അതുകൊണ്ട് അക്കാര്യത്തിൽ CPMന് ഭയമില്ല. പിന്നെ വാസുവിന്റെ കാര്യം, വാസു ഒന്നും മിണ്ടാൻ പോകുന്നില്ല എന്നുള്ളത് CPMന് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വാജി വാഹനം അടക്കം എടുത്തുകൊണ്ട് പോയത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. താഴ്മൺ കുടുംബത്തിന് വീതിച്ചു കിട്ടിയതൊന്നുമല്ല ശബരിമല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അയ്യപ്പന്റെ അച്ഛനായി അല്ലെങ്കിൽ മൈനറായ അയ്യപ്പനെ നോക്കാനായി, അയ്യപ്പന്റെ കാര്യങ്ങൾ നോക്കാനായി നിർത്തിയിരിക്കുന്ന ഒരാൾ മാത്രമാണ് താഴ്മൺ കുടുംബം, അല്ലെങ്കിൽ തന്ത്രി രാജീവര് കണ്ഠരും അല്ലെങ്കിൽ മോഹനര് കണ്ഠരും അടക്കമുള്ളവർ. ഇവരൊക്കെ ശബരിമലയിൽ ചെയ്യുന്നത് എന്താണ്? ശബരിമലയെ മുഴുവനായി ഇവരൊക്കെ വിറ്റോ എന്നുള്ള ഒരു ചോദ്യം പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അത് 2-3 ദിവസം മുൻപേ വന്ന ഒരു ചിത്രങ്ങളാണ്, പ്രേക്ഷകർ കണ്ടു കാണാം. ചിത്രങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിന്നെ പിണറായി വിജയനും ഒരുമിച്ച് നിന്ന് ചെവിയിൽ സംസാരിക്കുന്നതും ഭീമയുടെ ഒരു പിന്നെ ഭീമ ജ്വല്ലറിയുടെ ആണെന്ന് തോന്നുന്നു, അറിയില്ല. ഭീമ എന്നെഴുതിയ ഒരു താലമൊക്കെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകുന്നതും ഒക്കെ ആ പടങ്ങളും ഒക്കെ ആ ചിത്രങ്ങളും ഒക്കെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഇതൊരു വലിയ കൊള്ളയാണ്. ഈ കൊള്ളയിൽ തന്ത്രിക്ക് പങ്കില്ല എന്നൊന്നും പറഞ്ഞ് SIT കൈയൊഴിഞ്ഞാൽ കോടതി എന്തായാലും ചോദിക്കും. ചോദ്യത്തിൽ പ്രതിയാക്കില്ല എന്ന് SIT പറഞ്ഞാലും പിന്നെ തന്ത്രി എന്തുകൊണ്ട് പ്രതിയാക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം തന്ത്രി അറിയാതെ ശബരിമലയിൽ നിന്ന് കട്ടളപ്പാളിയും ദ്വാരപാലക വിഗ്രഹപ്പാളികളും ഒക്കെ കൊണ്ടുപോകാൻ കഴിയുമോ? അതെങ്ങനെ കഴിയുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തായാലും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അടക്കം തന്ത്രി അടക്കം ഈ മഹസറിൽ ഒപ്പിട്ട് നൽകിയതാണ്, ചെമ്പ് എന്നെഴുതി ഒപ്പിട്ട് നൽകിയതാണ്. അപ്പോ തന്ത്രി അറിയാതെ എങ്ങനെയാണ് തന്ത്രി ഉറക്കത്തിൽ നിന്ന് എഴുതിച്ചു വന്ന് പിന്നെ ആരെങ്കിലും കയ്യിൽ പേന വെച്ച് ഒപ്പിട്ട് കൊടുപ്പിച്ചതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ SITക്ക് മൂക്കത്ത് വിരലിൽ വെച്ച് കൈ വെച്ച് നിൽക്കേണ്ടി വരും. എന്തായാലും അതവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിലെ വിഷയത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസ് മിണ്ടുന്നില്ല? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നല്ലോ. കോൺഗ്രസും BJP മിണ്ടുന്നില്ല, വാ തുറക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ട് കോൺഗ്രസും BJP വാ തുറക്കുന്നില്ല? CPM പിന്നെ ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞാലും പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഏത് ബന്ധത്തിന് പുറത്താണ് പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടത്? ആ ഒരു ചോദ്യം അവിടെ നിൽക്കുന്നു. CPM ആണല്ലോ ഇപ്പൊ മൊത്തം അകത്തോട്ട് പോകുന്നത്. അതുകൊണ്ട് CPMലെ പത്മകുമാറോ വാസുവോ മറ്റേതെങ്കിലും CPM നേതാക്കൾ വഴിയോ കടകംപള്ളി വഴിയോ ഒക്കെ ചിലപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പിണറായിക്ക് ബന്ധമുണ്ടാകാം. പിന്നെ നിരീശ്വരവാദിയായ പിണറായിക്ക്, ദൈവവിശ്വാസമില്ലാത്ത പിണറായിക്ക് എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം? അതും ഒരു ചോദ്യമാണ്. അതിനുള്ള ഉത്തരവും വന്നിട്ടില്ല. ഇവിടെ കോൺഗ്രസ് എന്തുകൊണ്ട് മിണ്ടുന്നില്ല? ശബരിമല വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാവുന്നത് കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് പറയുമ്പോൾ മാത്രമാണ് തങ്ങൾക്കറിയാവുന്നതെന്നാണ് സതീശൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഭാര്യയും എത്തിയത് എങ്ങനെയാണ്? ഒരു MLAയുടെ ഒരു MPയുടെയും അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഭാര്യയും കുടുംബവും എത്തിയത് എങ്ങനെയാണ്? ഈ സോണിയാഗാന്ധിയുടെ കയ്യിലൊക്കെ ചരട് കെട്ടി കൊടുക്കുന്ന ചിത്രങ്ങൾ അടക്കമാണ് പുറത്തു വന്നത്. ഈ ചരട് കെട്ടി കൊടുക്കുന്ന അത്രത്തോളം ബന്ധമുണ്ടായത് എങ്ങനെയാണ്? അപ്പൊ ഇതൊക്കെ ഒരു വലിയ ചോദ്യം തന്നെയാണ്. ഈ ചോദ്യത്തിനൊന്നും കോൺഗ്രസിന് ഉത്തരമില്ല. അതായത് ശബരിമല കൊള്ളയിൽ കോൺഗ്രസിനും വ്യക്തമായ പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന ഫോട്ടോകൾ, ദൃശ്യങ്ങൾ അടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല BJP സുരേന്ദ്രൻ ജി ഒരു ദിവസമോ 1-2 ദിവസമോ ഇതിനായി പ്രതികരിച്ചു. അതായത് SITയുടെ അന്വേഷണം നേരെയല്ല, കടകംപള്ളി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു? ഇതാണ് ഇവരുടെ ചോദ്യം. തന്ത്രിയെ കുറിച്ച് ഒരു വാക്ക് മിണ്ടുന്നില്ല, മറ്റാരെ കുറിച്ച് മിണ്ടുന്നില്ല. കടകംപള്ളി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? തന്ത്രിയെ ചോദ്യം ചെയ്താൽ അല്ലെങ്കിൽ തന്ത്രിയിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിയാൽ അതായത് ചില നേതാക്കളിലേക്ക്, അതായത് BJPയിലെയോ കോൺഗ്രസിലെയോ ചില നേതാക്കളിലേക്ക് പോകുമോ എന്നുള്ള ഒരു ഭയം ഇവർക്കുണ്ട്. മാത്രമല്ല
കഴിഞ്ഞ ദിവസം അടക്കം നമ്മൾ പറഞ്ഞതാണ് പ്രിയങ്ക ഗാന്ധിയുടെ, അതായത് സോണിയാഗാന്ധിയുടെ മരുമകൻ റോബർട്ട് വാദ്രയുടെ അച്ഛന് പഴയ പാത്ര കച്ചവടമായിരുന്നു, അതായത് ആക്രി കച്ചവടം. ഈ ആക്രി എന്ന് പറയുന്നത് നമ്മളതിനെ മോശമായി കണ്ടാൽ അതും അതിൻ്റെതായ ജോലിയാണ്, അത് ചെയ്യുന്നവര് അതിൻ്റെതായ അധ്വാനമുണ്ട്, അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. നിങ്ങൾ ചെയ്യുന്നത് പോലെ ആ രീതിയിലല്ല റോബർട്ട് വാദ്രയുടെ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്നത്. ആന്റി കളക്ഷൻസ് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്, അതൊരു ചെറിയ രീതിയിൽ. അതിനുശേഷം ഇത് റോബർട്ട് വാദ്ര ഏറ്റെടുത്തിട്ട് ഇത് ഏറ്റവും മൂല്യമായ ആന്റി കളക്ഷനുകൾ വാങ്ങി പിന്നീട് അത് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ മറിച്ച് വിൽപ്പന എന്നൊക്കെ പറയുന്നു. അതിന്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ല. എന്ത് പറഞ്ഞാലും അവർക്ക് പ്രശ്നമില്ല എങ്കിൽ ഇപ്പോ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചിത്രം പുറത്തു വന്നിട്ട് ഇത് ആണെങ്കിൽ എന്തുകൊണ്ട് പരാതി നൽകുന്നില്ല കോൺഗ്രസ്? അപ്പോ ഈ ചിത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് കൈമലർത്താൻ കഴിയില്ല. അങ്ങനെ ശബരിമലയിൽ സോണിയാഗാന്ധിക്കും റോബർട്ട് വാദ്രയ്ക്കും പിന്നെ പ്രിയങ്ക ഗാന്ധിക്കും അടക്കം ബന്ധമുള്ളത് കൊണ്ടാണോ ഇത്തരത്തിൽ വാ തുറക്കാതിരിക്കുന്നത്? ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസും BJP മൗനം പാലിക്കുന്നത്? ശബരിമല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ ചോദ്യമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് നാറിയ കഥകൾ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഇത്തരം പിന്നെ എന്താ പറയുക, സമൂഹത്തെ തന്നെ മലിനസമാക്കുന്ന കഥകൾ പുറത്തു വരുമ്പോഴേ ജനങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ അതൊക്കെ വിട്ടിട്ട് ശബരിമലയിൽ എന്തായി? അയ്യപ്പൻ വിഗ്രഹം അവിടെ ഉണ്ടോ? അയ്യപ്പനെയും കടൽ കടത്തിയോ? ഇതിൽ ആരൊക്കെയാണ് പങ്കാളികൾ? SIT എന്തുകൊണ്ടാണ് പിന്നെ പത്മകുമാറിനെ വരെ വച്ച് അവിടെ നിർത്തിയിരിക്കുന്നത്? കടകംപള്ളി എപ്പോഴാണ് നിങ്ങൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്? കടകംപള്ളിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയോ? ഇപ്പോ കോടതിയിൽ ഡിസംബർ 3-ാം തീയതി എല്ലാ കാര്യങ്ങളും ഹാജരാക്കണം. അതിന് കൃത്യമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കണം. അന്ന് കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ SITയുടെ കയ്യിൽ മറുപടിയും ഉണ്ടാകണം. അപ്പൊ ഇതിലൊക്കെ പ്രശ്നങ്ങളെല്ലാം അല്ലെങ്കിൽ എല്ലാ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളും നിങ്ങൾ നിരീക്ഷിച്ചോ, പഠിച്ചോ, അറിഞ്ഞോ, ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചോ? എന്തുകൊണ്ട് നിങ്ങൾ കടകംപള്ളിയെ വിളിപ്പിക്കുന്നില്ല പിന്നെ ഇതിപ്പോ സോണിയാഗാന്ധി അടക്കം ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഇന്റർപോൾ അടക്കം അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അടക്കം ഉണ്ടാകണം. കാരണം അവിടെ ഇരിക്കുന്ന വിഗ്രഹത്തിന്റെ മൂല്യത്തിനാണ് വില. ഇവിടെ അതൊരു 10 രൂപയോ 10 ലക്ഷമോ 10 കോടിയോ പറയുന്നത് ഒരു പക്ഷേ റോബർട്ട് വാദ്ര അടക്കമുള്ളവരുടെ കയ്യിലെത്തിയാൽ അത് 10,000 കോടിയാണ്, അല്ലെങ്കിൽ 1 ലക്ഷം കോടിക്ക് മേളിൽ പോകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ശബരിമല അയ്യപ്പനാണ്, നമ്മുടെ ഒരു വികാരമാണ് ശബരിമല എന്ന് പറയുന്നത്. കേരളത്തിലെ അല്ല, ലോകത്തിലെ ശബരിമല ഭക്തരുടെ മുഴുവൻ ഒരു വികാരമാണ്. നമ്മൾ ആ ശബരിമലയിൽ വരുന്നത് എന്തുകൊണ്ടാണ്? സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ നമ്മളൊക്കെ സാധാരണക്കാരാണ്. നമ്മൾ അവിടെ നിന്ന് 1 രൂപ തറയിൽ കിട്ടിയാൽ നമ്മൾ അതിനെ എടുത്ത് കാണിക്ക വഞ്ചിയിലിട്ടിട്ട് വരുന്നവരാണ്. അത് ഏത് അമ്പലത്തിലാണെങ്കിലും. അവിടെ മറ്റുള്ളവർ അങ്ങനെയല്ല. 1 രൂപ കിട്ടിയാൽ 10 രൂപ അന്വേഷിച്ച് പോയി മൊത്തം കൈയിട്ട് വാരി പോക്കറ്റിലിട്ട് വീട്ടിൽ കൊണ്ടുവരുന്നവരാണ് ശബരിമലയിലെ ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അപ്പോ അങ്ങനെയാണ് എങ്കിൽ കോൺഗ്രസ് എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്നുള്ളതിന്റെ ഉത്തരം പുറത്തു വന്നു. BJP മിണ്ടാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന്റെ ഉത്തരം പുറത്തു വരേണ്ടിയിരിക്കുന്നു. ശബരിമല വിഷയം ഇപ്പോ ശബരിമലയിൽ ആചാരം ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ശബരിമലയിലെയും അല്ലെങ്കിൽ പിണറായി വിജയനെയും അല്ലെങ്കിൽ ആ വിഷയത്തെ വലിയ രീതിയിൽ ആളിക്കത്തിച്ച BJPക്ക് എന്തുകൊണ്ട് ശബരിമലയിലെ വിഗ്രഹം അടക്കം കള്ളക്കളി നടത്തിയെന്ന് അറിഞ്ഞിട്ടും വാ തുറക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത്? റോബർട്ട് വാദ്രയാണോ പേടി, അതോ BJP നേതാക്കളടക്കം ഇക്കാര്യങ്ങളിൽ പിന്നെ പെട്ടിട്ടുണ്ടോ? ഈ കടൽ കടത്തിയതിൽ പങ്ക് BJP നേതാക്കളടക്കം പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം.